വില കൂടുമ്പോൾ നമ്മൾ ആവേശത്തോടെ വാങ്ങും, എന്നിട്ട് വില കുറയുമ്പോൾ പേടിച്ച് വിൽക്കുകയും ചെയ്യും. യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ഇതിൻ്റെ നേരെ തിരിച്ചല്ലേ? എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്? ഹലോ ഫ്രണ്ട്സ്, ബ്ലോക്ക് പൾസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ചാർട്ടുകളെ കുറിച്ചല്ല, മറിച്ച് നമ്മുടെ മനസ്സിനെ കുറിച്ചാണ്. ക്രിപ്റ്റോയിൽ ജയിക്കണമെങ്കിൽ ആദ്യം ഈ 2 വികാരങ്ങളെ ജയിക്കണം. അതിലൊന്നാമത്തത് ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്, ചുരുക്കി പറഞ്ഞാൽ അത്യാഗ്രഹം. ഒരു കോയിനിൻ്റെ വില കുത്തനെ കൂടുമ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പോൾ വാങ്ങിയില്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു അവസരം ഉണ്ടാവില്ല എന്ന്. അങ്ങനെ ആവേശം കയറി നമ്മൾ ഉയർന്ന വിലയിൽ അത് വാങ്ങും. അപ്പോഴായിരിക്കും മാർക്കറ്റ് താഴേക്ക് വരുന്നത്. ഓർക്കുക, ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയിൽ ചാടിക്കയറരുത്. രണ്ടാമത്തത് പാനിക് സെല്ലിംഗ്, അതായത് പേടി. വില കുറച്ച് താഴോട്ട് പോകുമ്പോൾ നമുക്ക് പേടിയാകും. ഉള്ളത് കൂടി നഷ്ടപ്പെടുമോ എന്ന ഭയത്തിൽ നമ്മൾ കിട്ടിയ വിലക്ക് അത് വിറ്റ് കളയും. പക്ഷേ നമ്മൾ വിറ്റ ഉടനെ വില തിരിച്ചു കയറുകയും ചെയ്യും. ഇതൊഴിവാക്കാൻ ഒരു വട്ടം കൂടി വിൽക്കുന്നതിന് മുമ്പ് ആലോചിക്കുക. വികാരങ്ങൾക്ക് അടിമപ്പെടാതിരിക്കുക. ട്രേഡ് ചെയ്യുന്നതിന് മുമ്പ് ഒരു പ്ലാൻ ഉണ്ടാക്കുക. ഇത്ര രൂപക്ക് വാങ്ങും, ഇത്ര രൂപക്ക് വിൽക്കും എന്നുള്ളത്. എന്നിട്ട് അതിൽ ഉറച്ചു നിൽക്കുക. മാർക്കറ്റിലെ ബഹളങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുക. മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിച്ചാൽ തന്നെ പകുതി വിജയിച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ക്രിപ്റ്റോയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ബ്ലോക്ക് പൾസ് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുക. ഒന്നിച്ച് പഠിക്കാം, ഒന്നിച്ച് വളരാം.